കർക്കിടകം കനത്ത മഴയുമായെത്തി. ഇനി ഭക്തിയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും നാളുകൾ. രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകത്തിന് കേരളത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ശ്രീരാമഭക്തിയുടെയും വ്രതാനുഷ്ഠാനത്തിന്റെയും മാസമാണ് കർക്കിടകം. രാമായണ മാസത്തെ വരവേറ്റിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ. ഇനിയുള്ള ദിവസങ്ങൾ രാമായണ പാരായണത്തിന്റെയും നാളുകളാണ്. ഈ മാസത്തിന് സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യവും ക്ഷേമവും ലക്ഷ്യമിട്ടുള്ള പരമ്പരാഗത ആയുർവേദ രീതികളിലും ആചാരങ്ങളിലും. കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസവുമാണ് കർക്കിടക മാസം. പഞ്ഞമാസം, രാമായണ മാസം എന്നീ പേരുകളിലും കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ളക്കർക്കിടകം എന്ന ചൊല്ലു തന്നെ നിലവിലുണ്ട്. അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കുന്നു. കനത്ത മഴ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ ഏറുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് കർക്കിടകം പഞ്ഞമാസം എന്നും അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചത്. ആയുർവേദ വിധി പ്രകാരം കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നത് ഉത്തമമാണ്. കർക്കിടകത്തിലെ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത്. കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കിടക വാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് NCV.